എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഈ പുതിയ വർഷത്തിലെ, അതായത് 2020-ലെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഒരു മധുരത്തിൽ തുടങ്ങാമെന്ന് വെച്ചു. ഇത് റവ കേസരിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാൻ 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിന് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഏതെങ്കിലും പാത്രത്തിന്, അതായത് ഒരളവ് റവ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 അളവ് റവയ്ക്ക് 2 അളവ് പഞ്ചസാര എടുക്കണം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് കൊടുക്കാം. 2 തൊട്ട് 2.25 വരെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ 2 ഗ്ലാസ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ തരിയുള്ള പഞ്ചസാരയാണ്. ചില പഞ്ചസാരയ്ക്കൊക്കെ ഇത്തിരി മധുരം കൂടുതലായിരിക്കും, അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. ഇനി ഒരളവ് റവയ്ക്ക് ഒരു 2-2.5 അളവ് വെള്ളം എടുത്ത് വയ്ക്കണം. ആ വെള്ളം നമുക്ക് ഒന്ന് ചെറു ചൂടാക്കി വച്ചേക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടാക്കിയിട്ട് ഒഴിക്കണം. ഇനി നെയ്യ് ആണ് ആവശ്യം. അതൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ആവശ്യമുണ്ട്. 2 തൊട്ട് 2.5 വരെ ആവാം. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 2.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് എടുക്കുക. പിന്നെ കശുവണ്ടിയും മുന്തിരിയും, ഉണക്കമുന്തിരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. റേസിൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടെടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേസരി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കുക. അതൊന്ന് പകുതി മൂപ്പാവുമ്പോൾ മുന്തിരി ഇട്ട് കൊടുത്താൽ മതി. ഇത് മൂത്ത് തുടങ്ങുമ്പോൾ ചെറുതീയിലേക്ക് ഫ്ലെയിം ആക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് മൂത്ത് പോകും. ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമുക്ക് എത്ര വേണോ അത്ര എടുക്കാം. അത് നന്നായിട്ട് മൂക്കാനായിട്ട് നിൽക്കണ്ട, അതിന് മുമ്പ് തന്നെ അത് വാങ്ങി വയ്ക്കണം. ആ ചൂടിൽ തന്നെ ഇരുന്ന് ഒന്നുകൂടി അത് മൂക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങി വയ്ക്കുക. ഈ നെയ്യിൽ തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ഈ നെയ്യ് ചൂടായി കിടക്കുമ്പോൾ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ കിടന്ന് അതിൻ്റെ പച്ച കുത്തൊക്കെ മാറിക്കിട്ടും. അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം റവ ഇട്ട് കൊടുക്കാം. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം റവ. ഈ സമയത്ത് നമ്മൾ അപ്പുറത്ത് അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കണം. ഇതിപ്പോൾ കുറച്ച് കളറ് മാറി വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തേക്കുന്നതുകൊണ്ട് കളറ് മാറിയത് അറിയാത്തതാണ്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ആ റവയുടെ ഒരു പച്ചച്ചവ മാറുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കുക. ശ്രദ്ധിക്കുക, കൈമലേക്ക് ആവി വന്നിട്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം ഇനി ചെയ്യാനായിട്ട്. തീ കൂട്ടി വെച്ചാൽ വെള്ളം പെട്ടെന്ന് വറ്റും, റവ വേവുകയില്ല. ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി റവ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. 2.5 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചുള്ളൂ. നിങ്ങൾക്ക് റവ വെന്തിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് വറ്റി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ മുഴുവനായിട്ട് ആദ്യമേ ഇടണ്ട, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/4 ഭാഗം ഇട്ടിട്ടുള്ളൂ. ഇനി അത് മെൽറ്റായി മുഴുവൻ ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. എന്നിട്ട് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് ഒരു 2.25 ഗ്ലാസ് വരെ മാക്സിമം ഉപയോഗിക്കാം, നല്ല മധുരം വേണ്ടവർക്ക്.
അപ്പോൾ അതൊന്ന് നോക്കി ചെയ്താൽ മതി. പിന്നെ ഫുഡ് കളറാണോ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ സാഫ്രോൺ അത് ഇത്തിരി വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കേസരി പൗഡർ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങാൻ കിട്ടും, അതായാലും മതി. ഇതിപ്പോൾ നന്നായി പഞ്ചസാരയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മധുരം നോക്കിക്കഴിഞ്ഞാൽ പാകമായിട്ടൊക്കെ തോന്നും. തണുത്ത് കഴിഞ്ഞാൽ പക്ഷെ മധുരം കുറച്ച് കുറവായിട്ടേ തോന്നുള്ളൂ. അതുകൊണ്ട് അതും കൂടി കണക്കാക്കി വേണം നമ്മൾ മധുരം ചേർക്കാനായിട്ട്. ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും കൂടി ചേർക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ചേർത്താൽ മതി. എനിക്കൊരു 1.25 ഗ്ലാസ് പഞ്ചസാര വേണ്ടി വന്നുള്ളൂ. എനിക്ക് അത്രയും മധുരം മതി. ഇതിപ്പോൾ ഈ പരുവത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇത്രയും ശരിയായി കഴിഞ്ഞു. ഇനി സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന പരുവത്തിലാണെങ്കിൽ ഇങ്ങനെ മതി. പക്ഷേ കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാനാണെങ്കിൽ ഒന്നുകൂടി വറ്റിക്കണം. ഞാനേതായാലും കട്ട് ചെയ്ത് ഉപയോഗിക്കാനാണ്, ഒന്നുകൂടി വറ്റിക്കാം. അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അത് നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ലെവലാക്കി കൊടുക്കുക. അത് നെയ്യ് പുരട്ടിയ ഒരു സ്പൂണിൻ്റെ പുറം ഭാഗം കൊണ്ട് നന്നായിട്ട് സ്മൂത്താക്കി കൊടുത്താൽ മതി. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ അത് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കണമെന്നൊന്നുമില്ല, നമ്മളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ കേസരി തന്നെ പല തരത്തിലുണ്ടാക്കാം. പാലൊഴിച്ച് വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ കാരമൽ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആവാം. ഇതിപ്പോൾ കോരി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഇത്രയും കട്ടിയാക്കിയെന്ന് വെച്ചിട്ട് കോരി കഴിക്കാൻ പറ്റാത്തതൊന്നുമല്ല. പഞ്ചസാര ഇത്രയും ബാക്കി വന്നു. എനിക്കിത്രയും മധുരം മതി, അതുകൊണ്ടാണ് അത്രയും ബാക്കി വെച്ചത്. നിങ്ങൾ 2 ഗ്ലാസ് പഞ്ചസാര തന്നെ മുഴുവനും എടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.